ഞാനേ ഒരു ടോപ്പിക്ക് ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ചൊരു കണ്ടിന്യൂഷൻ പോലെ ഈ പ്രോപ്പർട്ടിയെ പറ്റിയിട്ടാണ്. പ്രോപ്പർട്ടിയെ പറ്റിയിട്ട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഒരു സഹോദരന്മാരെ എങ്ങനെ വിട്ടുകൊടുത്തതെന്ന്. ആ വിട്ടുകൊടുത്ത സഹോദരന്മാരുടെ കഥ പറഞ്ഞത് എന്നോട് ഒരാളുടെ സങ്കടത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ മറന്നുപോയി. ആ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ 4 സഹോദരന്മാരുടെ കാര്യം, അവരെങ്ങനെയാണ് ആ പ്രോപ്പർട്ടി പങ്കുവെച്ചത് എന്നൊക്കെ ഉള്ളത്. നോക്കൂ, അച്ഛനമ്മമാരുള്ളപ്പോൾ തന്നെ ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്ത് ആ 10-75 വയസ്സ് വരെ ആ അമ്മ ഉണ്ടായിരുന്നു. മൂത്ത മകന് 75 വയസ്സാകുന്നിടം വരെ 96 വയസ്സുള്ള അമ്മ ഉണ്ടായിരുന്നു. ഏകദേശം ബോധം ഉള്ള ടൈപ്പിൽ തന്നെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ആരും അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴക്കോ ബഹളമോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല അവർക്ക്. എന്താ പറയുക, അവർ തമ്മിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അവിടെ ഒരു പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് ആ അമ്മ ഉണ്ടായിരുന്നു അല്ലേ. എന്നോട് സങ്കടം പറഞ്ഞ ആളുടെ കഥ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹമാണ് എല്ലാം ചെയ്തത് ആ വീട്ടിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഡോക്ടറാണ് അങ്ങേര്. അപ്പോൾ പണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞാലും ഒരുപാട് പൈസയൊന്നും അവർ സമ്പാദിച്ചിട്ടില്ല. ഭാര്യ ഒരു കോളേജ് ലെക്ചറാണ്. അവരുടെ വീട്ടിൽ ഇവർ നാട്ടിൽ തന്നെയുള്ള ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരുടെ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ട് ഇവരുടെ കൂടെ തന്നെയാണ് നിന്നിരുന്നത്. അതുകൊണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടുമായിട്ടില്ല. അച്ഛനും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ മക്കളെ വളർത്താനും പഠിപ്പിക്കാനും. പിറവം എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത് കേട്ടോ. അവർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിരുന്നു ഈ സ്റ്റോറി. അപ്പോൾ അവിടെ അവർക്ക് സാമ്പത്തികം നന്നായി, ഒരുവിധം നല്ല ഭേദപ്പെട്ട സാമ്പത്തികത്തിലാണ് അവർ ജീവിച്ച് വന്നിരുന്നത്. അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുണ്ടാക്കിയ പ്രോപ്പർട്ടി എന്ന് പറയാൻ മാത്രമായിട്ട് അവർക്കൊന്നുമില്ല. അവരങ്ങനെ ചെയ്തില്ല. അവരുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തു. മക്കൾ 2 പേര് വലിയ മക്കളാണ്. അവരെല്ലാവരും പുറത്തൊക്കെ സെറ്റിലാകാൻ തുടങ്ങി. അവരുടെ കയ്യിൽ അങ്ങനെ അങ്ങോട്ട് ഒരുപാട് പണം എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയുണ്ട്. പക്ഷേ ഈ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ 3 സിസ്റ്റേഴ്സാണ് ഇവർക്ക്. ആ 3 പേരും പങ്കു ചോദിക്കാൻ വന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പം ഈ ബ്രദർ ഒരാൾ മാത്രമേ ഉള്ളൂ. 3 സിസ്റ്റേഴ്സിനും ഇദ്ദേഹം എങ്ങനെ ഇത് പങ്കുവെച്ച് കൊടുക്കും? പങ്കുവെച്ച് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒരു രേഖയില്ല, ഒന്നുമില്ല. അച്ഛനും അമ്മയും ഒന്നും എഴുതി വെച്ചിട്ടില്ല. ആർക്ക് എന്ത് ചെയ്യണം, ഇത് മകനുള്ളതാണെന്നോ ഒരു അസംഷനിൽ അങ്ങ് പോയി. ഒരു മകനല്ലേ ഉള്ളൂ, അപ്പോൾ മകന് മാത്രമായിരിക്കും ഇതെന്നുള്ള രീതിയിൽ അങ്ങ് പോയി. ബാക്കി 3 സിസ്റ്റേഴ്സിനെയും വിവാഹം കഴിപ്പിച്ച് വിട്ടതാണ്. ഇദ്ദേഹത്തെക്കാളും മുതിർന്ന 2 സിസ്റ്റേഴ്സും ഉണ്ട്, താഴെ ഒരു സിസ്റ്ററും ഉണ്ട്. അപ്പോൾ ഈ 3 പേരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നാത്തൂൻ അവിടെ വരുന്നത്. അതായത് ഈ കോളേജ് ലെക്ചറർ എന്ന് പറഞ്ഞില്ലേ, ആ സ്ത്രീ ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വത്തിനെ പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ അച്ഛൻ ആദ്യമേ പോയി. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഇവർ തന്നെ നോക്കി ലീവ് എടുക്കുന്നു. അവരെല്ലാം ജസ്റ്റ് ഗസ്റ്റ് പോലെ വരും പോകും. അവർക്ക് അവരുടേതായ കുടുംബങ്ങളുണ്ട്. എല്ലാവരും നല്ല നിലയിലുമാണ്. എല്ലാവർക്കും ജോലിയും ഉണ്ട്. ടീച്ചേഴ്സാണ് 2 പേര്. ഒരാൾ വന്ന് ബാങ്കിൽ എന്തോ ആയിട്ട്. എല്ലാവരും റിട്ടയർഡായി. അവരുടെ മക്കളുടെ കാര്യങ്ങൾക്കും എല്ലാം ഇവർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വർണ്ണമായിട്ടും പിന്നെ ആൾ സഹായമായിട്ടും എല്ലാം ഇവരുണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന പൊന്നും പണത്തിനും ഒന്നും കണക്കില്ല എന്നാണ് ആ സഹോദരിമാർ വന്ന് പറയുന്നത്. അതെങ്ങനെ ശരിയാകും അല്ലേ? ഡോക്ടർ റിട്ടയറായി, അവരുടെ മക്കളെയും കല്യാണം കഴിപ്പിച്ച് അയച്ചു. പക്ഷേ സ്വാഭാവികമായിട്ട് അവർക്ക് പെൺകുട്ടികളാണ്. 2 പേരെ വിവാഹം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയുന്ന മകൻ്റെ മക്കളെ 2 കുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് അവരുടെ. അപ്പോൾ ഒന്നും കാണില്ല ബാക്കിയല്ലേ. എന്ന് പറഞ്ഞാൽ ഒരുവിധം നന്നായിട്ടാണല്ലോ എല്ലാവരും ഈ ആർഭാട ചെലവുകളൊക്കെ ചെയ്ത് തന്നെയാണ് അവരും വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത്. അവർക്ക് അത്ര വലിയ ബാങ്ക് ബാലൻസ് ഇല്ല. സർക്കാർ ഡോക്ടർ ആയതുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നതും. ലൈക്ക് എന്തായാലും പറയുന്നത് പെൻഷനുണ്ട്. ഇവർ വന്നിട്ട് സ്വാശ്രയ കോളേജിൽ നിന്ന് എന്തോ ആണ് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അങ്ങനെ പെൻഷനെ പറ്റി അവർക്ക് അത്ര ഇല്ല. പക്ഷേ ഇവർക്കിപ്പോൾ ഇത് ആലോചിക്കാനേ വയ്യ. ഇവർ താമസിക്കുന്ന എന്തോ ഒരു 40 സെൻറ്റ് സ്ഥലവും വീടും. അതിനാണ് വന്ന് ചോദിക്കുന്നതേ. അതിനെങ്ങനെ ഇത് കൊടുക്കുമെന്നുള്ളതാണ്. അവർ തമ്മിൽ ശണ്ഠയാവുകയാണ്. ആ 3 സിസ്റ്റേഴ്സും ഈ ബ്രദറും തമ്മിൽ ഈ വയസ്സുകാലത്ത് മിണ്ടത്തില്ല. ഇവർ തരുന്നില്ല എന്ന് പറഞ്ഞു. ഇവരെവിടെ പോകും? ഇവരെവിടെ നിന്ന് വീതം വെച്ചിട്ട് അതിൻ്റെ എമൗണ്ട് എങ്ങനെ ഇവർക്ക് കൊടുക്കും? അവരിതുവരെ കേസിനും കൂട്ടത്തിനൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മീഡിയേഷൻ വഴി ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് അറിയാനാണ്. കാരണം ഞാൻ മീഡിയേഷൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്.
പണ്ട് മെഡ്രാസിൽ വെച്ച് ഇത് മീഡിയേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു മെഡ്രാസിൽ. അവിടെയാണ് ആദ്യമായിട്ട് ഈ മീഡിയേഷൻ വന്നത് കേട്ടോ. ഈ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന കേസൊക്കെ ഇല്ലേ, ഒരുപാട് വർഷങ്ങളായിട്ട് ഇതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കും കൂട്ടവും സ്വത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടിയുമൊക്കെ, അത് വന്നിട്ട് കോടതിയുടെ അകത്തിരുന്ന് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ജഡ്ജസിന് ഇഷ്ടംപോലെ ജോലിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവരതിൻ്റെ കേസിൻ്റെ മെറിറ്റ്സ് നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ തള്ളിക്കളയും, അല്ലെങ്കിൽ പാകം വയ്ക്കുമെന്ന് പറയും. അതാണ് ഉണ്ടാവുക. അപ്പം അതിന് ഇളക്കി മുള്ളിനും കേടില്ലാതെ ചെയ്യാൻ പറ്റും എന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ അവർ പറയും നിങ്ങളിതൊന്ന് മീഡിയേഷന് പോയി തീർക്കൂ. ഇതൊക്കെ ഫാമിലി കാര്യങ്ങളല്ലേ, കാരണം ദേശത്തിൻ്റെ കാര്യങ്ങൾ തന്നെ ഒരുപാട് കിടക്കുന്നു, നമുക്ക് മീഡിയേഷൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ മീഡിയേഷൻ ചെയ്തുകൂടെ എന്നായിരുന്നു ഒരു ജഡ്ജിൻ്റെ ചോദ്യം. അങ്ങനെയാണ് ഈ മീഡിയേഷൻ കൗൺസിൽ എല്ലാം വരുന്നതും അതിൽ ട്രെയിനിങ് എല്ലാം എടുപ്പിക്കാനായിട്ട് ഒരുപാട് പേര് വരികയുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിൽ ആദ്യത്തെ 10-25 പേരിൽ ഒരാളാണ്. ഇപ്പോഴും മദ്രാസിലെ മീഡിയേഷൻ ലിസ്റ്റിൽ പേരുണ്ട്. ഞാൻ ഒരുപാട് മീഡിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു വക്കീലിൻ്റെ കൂടെ, അതായത് ഒരു പ്രായം ചെന്നൊരു വക്കീലുണ്ടാവും, എന്നെപ്പോലെ ഒരു ജൂനിയർ ലോയർ ഉണ്ടാവും. അന്നൊക്കെ ഞാൻ ജൂനിയർ ആയിരുന്ന സമയത്താണ്. അപ്പോൾ 65 വയസ്സുള്ള 70 വയസ്സിൽ കൂടുതലുണ്ട് ഉണ്ടാവും ഒരു ആങ്ങളെയും പിന്നെ ഒരു 10-65 വയസ്സുള്ളൊരു പെങ്ങളും, രണ്ടുപേരുമാണ് നമ്മുടെ മുമ്പിൽ വന്നത്. അപ്പോൾ ഈ 65 വയസ്സുള്ള പെങ്ങളുടെ ഹസ്ബൻഡിന് ആ ആങ്ങളെക്കാളും പ്രായമുണ്ട്. ആ ബ്രദർ ഒരാളെ വന്നുള്ളൂ, ഇനിയൊരു ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞു. നടക്കാൻ വയ്യ, 80 ഇയേഴ്സ് അതിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് വീൽ ചെയറില്ല. അയാൾക്ക് ഇയാൾ പറയുന്നതെല്ലാം സമ്മതമാണെന്ന് പറഞ്ഞു. അത് മദ്രാസിലാണ്, 2 നില വീടാണ്, അത് മുറിക്കാനൊന്നും നോക്കത്തില്ല, അണ്ണാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അതിൽ 4.5 സെൻറ്റെങ്ങാണ്ട് ഉള്ളൂ ബാക്കിയായിട്ട്, ഇങ്ങനെ 4.5 സെൻറ്റ് മൊത്തം ഉള്ളൂ. അതിനകത്ത് ഇങ്ങനെ മുകളിലും താഴെയായിട്ടൊക്കെയാണ് അവർ പണിതിരിക്കുന്നത്. പിന്നെയും റോഡ് വൈഡൻ ചെയ്തപ്പോഴൊക്കെ കുറച്ച് പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും. ഈ വീട് ഇങ്ങനെ നെടുകെ മുറിച്ചാൽ മാത്രമാണ് ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ. കഷ്ടിച്ച് ഒരു 1.25 സെൻറ്റ് ഇങ്ങനെ മുറ്റം പോലെ അവിടെ ഇങ്ങനെ ഇവർ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവസാനം ഈ സ്ത്രീ ശഠിക്കുകയാണ്, എന്നെ വിവാഹം കഴിപ്പിച്ച 3 മക്കളാണല്ലോ, അപ്പോൾ ആ 1.25 സെൻറ്റ്, അവിടെ ഒരു സെൻറ്റിന് വന്നിട്ട് കോടികളുള്ള സ്ഥലമാണ്. മിനിമം 2 കോടി ഉണ്ടാവും ഒരു സെൻറ്റിന് ആ സമയത്ത് തന്നെ. അത്ര കണ്ണായ സ്ഥലമാണ്, മദ്രാസിൻ്റെ ഹൃദയഭാഗം പോലെയാണ്. അണ്ണാ നഗർ കേൾക്കുന്ന അവിടെയൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു 1.25 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇവർ വിടാതെ പിടിക്കുകയാണ്. അപ്പോൾ ഈ മക്കൾ പറയാണ്, ഞങ്ങൾ അച്ഛനമ്മയെ നോക്കി കാര്യങ്ങളെല്ലാം ചെയ്തു, ഇവരുടെ വീട്ടിലെ ഇവർ എത്ര വർഷമായിട്ട് കേസ് നടത്തുകയാണെന്ന്. അച്ഛനമ്മ മരിച്ചിട്ട് എത്രയോ 10-30 വർഷമായി, എന്നിട്ടും ഈ കേസ് തീർന്നിട്ടില്ല. അപ്പോൾ ഒരു വിധത്തിലുള്ള കല്യാണങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുമില്ല ഇവർ തമ്മിൽ. ഈ ഒറ്റ പിടിയാലെ നിൽക്കുകയാണ്. ഈ 30 വർഷം ഇവരുടെയൊക്കെ വീടുകളിൽ എന്തെല്ലാം ചടങ്ങുകൾ നടന്നിട്ടുണ്ടാവും. ബ്രാഹ്മിൻസാണേ, ആ ഒരു ചടങ്ങിനും ഈ സിസ്റ്റർ പങ്കെടുത്തിട്ടില്ല. ഇവരുടെ ഒരു ചടങ്ങിനും സിസ്റ്റർ അവരെ വിളിച്ചിട്ടില്ല, ബ്രദേഴ്സിനെ. ഒരു ശോകമൂകമായിട്ടുള്ള ഒരു ഫേസ് ആ ലേഡിക്ക്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ സീനിയർ പറഞ്ഞു, ഈ ലേഡീനെ മാത്രം വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് സംസാരിച്ചു, അവർ പൊട്ടിക്കരയാണ്. അവർ പറയാ, ഇനി എന്ത് നോക്കാൻ, നല്ല സമയങ്ങളിലെല്ലാം ഞാൻ മാറ്റി നിർത്തപ്പെട്ടു എൻ്റെ ഭർത്താവ് കാരണം. ഭർത്താവ് നല്ല മനുഷ്യനൊക്കെയാണ്, പക്ഷെ വിടത്തില്ല. ഈ 1.25 സെൻറ്റ് ആണെങ്കിലും അങ്ങേർക്ക് വേണം എന്നാണ് പറയണത്. അല്ലെങ്കിൽ അതിന് തത്തുല്യമായ എമൗണ്ട് വാങ്ങിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ സ്ഥലം മതി. ആ 1.5 സെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാനാ? അതല്ല, എനിക്കത് വേണം. എന്ത് പറയും ഇങ്ങനെ മീഡിയേഷൻ ചെയ്ത് ഞങ്ങൾ അവശതയായി. ഞാനും ആ സാറ്, മണിസാറിന്ന പേര്, അദ്ദേഹം ഇപ്പം ഇല്ല. അപ്പം അദ്ദേഹം പറയാണ്, അവർക്ക് എന്തായാലും കഴിഞ്ഞു, അവരുടെ കാലങ്ങളെല്ലാം കഴിഞ്ഞു, ഇനിയും ഇവിടെ ഹൈക്കോടതിയിൽ കിടക്കും. അപ്പോൾ മറ്റേയാൾ പറയാം, ഞാനുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ സുപ്രീം കോടതിയിലും പോകുന്നു. അത്രയ്ക്ക് വാശിയുള്ളൊരു മനുഷ്യൻ. എന്താ ഇത്രയും വാശി അദ്ദേഹത്തിന് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാരണവുമില്ല. ഇവർ നല്ലപോലെ ഇത്രയും അവരെന്തോ കോയമ്പത്തൂരിലെങ്ങാണ്ടാണ് താമസിക്കുന്നത്, ഈ പെങ്ങളും ഹസ്ബൻഡും. ഈ ചെന്നൈയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്റ്റേക്ക് വേണം, അതിൽ നിന്ന് പണം വാങ്ങിച്ചു പോകാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല അത്ര. ഇതിൽ ഓൾറെഡി കാരണന്മാർ ഇത് ചെയ്തു വെക്കാതെ പോയതുകൊണ്ടല്ലേ. അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ആദ്യമേ അങ്ങ് ചെയ്തു കൊടുത്തേക്കുക, ധൈര്യപൂർവ്വം ചെയ്യാം. അപ്പം വീടും സ്ഥലമൊക്കെ മക്കളുടെ പേരിലേക്ക് മാറ്റാൻ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിൽപ്പത്രം എഴുതി വെക്കാമല്ലോ. വിൽപ്പത്രവും ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, അറിയോ? വിൽപ്പത്രം അച്ഛൻ എഴുതി വെച്ചിട്ട് പോയ വിൽപ്പത്രം പിന്നീട് കൊണ്ടുവന്ന് പ്രൊബേറ്റ് ചെയ്യണം. പ്രൊബേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സിറ്റീസിലൊക്കെ ആകുമ്പോൾ അതിന് തത്തുല്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചാൽ മാത്രമാണ് ആ വിൽപ്പത്രത്തിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അത് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ വിൽപ്പത്രത്തിൽ പേരില്ലാത്തവരോ അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് അത് ചാലഞ്ച് ചെയ്യും.
അത് ചാലഞ്ച് ചെയ്യുമ്പോൾ പിന്നെ അത് അവിടെ കിടക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രോപ്പർട്ടി നശിച്ചു പോകും, കാരണം കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. ഒരാൾ ഒത്താലല്ലേ അടുത്ത ആൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ ഡെലിക്കേറ്റ് ആയിരിക്കണം. അച്ഛനും അമ്മയൊക്കെ മുണ്ട് മുറുക്കി കൊടുത്ത് ഉണ്ടാക്കിയ വസ്തുവൊക്കെ ആയിരിക്കും ഇത്. ആരെങ്കിലും ഒരാളെ വിട്ടുകൊടുക്കുക, അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. കുറച്ചെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള സ്ത്രീകളും പെൺമക്കളും ഒക്കെ ഉണ്ടല്ലോ, പിന്നീട് പോയിട്ട് ആ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞതിന് ശേഷം ആ ആങ്ങളമാരേ ഉള്ളൂ, അവരുടെ അടുത്ത് പോയിട്ട് വീതം ചോദിക്കാതിരിക്കുക. അവരോട് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കഷ്ടമല്ല ഇതൊക്കെ? ചിലപ്പോൾ അവരത് സ്വരുക്കൂട്ടി വെച്ച് ഉണ്ടാക്കി അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതിൽ പോയിട്ട് കൈയിട്ട് വരാൻ പോകുന്ന സ്ത്രീകളെ ഉണ്ടല്ലോ, എന്താ പറയുക? എന്നിട്ട് ഈ മനുഷ്യനുണ്ടല്ലോ, ഈ 3 സിസ്റ്റേഴ്സ് എന്നുള്ള നമ്മൾ ഐ എം കമ്മിങ് ബാക്ക് ടു ദിസ്. എന്തിനാണ് മീഡിയേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എത്ര കാലം ഇനി 65 വയസ്സോ 70 വയസ്സുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്, ആ ഡോക്ടർക്ക്. ഈ എത്ര കാലം കേസ് നടത്താൻ പറ്റും? എനിക്കിതിനുള്ള ആരോഗ്യമില്ല. കേൾക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണൊക്കെ നിറഞ്ഞ് അവശതയായിരിക്കണം 2 പേരും. കാരണം പെൺമക്കളുമാണ്. ഇനി ഇതിൽ നിന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈ സിസ്റ്റേഴ്സ് വരുമെന്ന് ആ ഡോക്ടർ ഒരു നിമിഷം പോലും ആലോചിച്ചിട്ടില്ല അത്ര. ഇവരും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഈ നാത്തൂനൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വരുന്നു പോകുന്നു അല്ലേ? നമ്മളൊരു നിമിഷം ഈ കൂട്ടുകുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ. അപ്പോൾ ഇത് ഒരു കൂട്ടുകുടുംബമാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊന്ന് ജീവിച്ചു പോയാൽ പോരെ? എപ്പോഴെങ്കിലുമൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യാം. ഒരു സന്തോഷമായിട്ടുള്ള ഒക്കേഷൻസിന് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൂടാം. എന്തിനാണ് അതിൽ നിന്ന് കിട്ടുന്ന 10-15 ലക്ഷം ത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വയസ്സായവർ തമ്മിൽ അടിപിടി കൂടുന്നത് അല്ലേ? കഷ്ടമല്ലേ ഇതൊക്കെ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വിധിയുള്ളതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു അല്ലേ? സ്ത്രീകൾ ഫൈറ്റ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒന്നുമില്ലാത്തവരാണെങ്കിൽ ആ സമയത്ത് തുറന്ന് ചോദിക്കണം. എന്താണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നിട്ടില്ലല്ലോ, ഇതാണല്ലോ ഞങ്ങൾക്ക് തന്നത്, അല്ലെങ്കിൽ ഇത്രയാണല്ലോ. അപ്പോൾ അന്നത്തെ കണക്കുകളനുസരിച്ച് ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ബ്രദറിന് കൂടുതലുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത് അല്ലേ? അതാണ് അത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതിങ്ങനെ കേസും കോടതിയും കേട്ടോ. എൻ്റെ അച്ഛൻ അത് ഫേസ് ചെയ്യുകയാണിപ്പോൾ. എനിക്കതെല്ലാം ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അച്ഛൻ, ഞാൻ ഇതിനു മുമ്പ് ആ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ ഒരു എന്താ പറയണേ, സാധാരണ ഉദ്യോഗസ്ഥനായിരുന്നു. വലിയ കൊമ്പത്തെ ഉദ്യോഗസ്ഥനൊന്നും ആയിരുന്നില്ല തുടങ്ങുമ്പോൾ. പക്ഷേ വളരെയധികം കഷ്ടപ്പെട്ട് LD ക്ലർക്കായിട്ടാണ് തുടങ്ങിയത്. പിന്നെ UD ക്ലർക്കായി, പിന്നെ റവന്യൂ ഇൻസ്പെക്ടറായി, പിന്നെ ഡെപ്യൂട്ടി തഹസിൽദാറായി, പിന്നെ BDO ആയി, പിന്നെ ADC ആയി, പിന്നെയും തിരിച്ച് ഡെപ്യൂട്ടി കളക്ടറായിട്ട് പോകാൻ പറ്റുമായിരുന്നു. അപ്പോഴേക്കും റിട്ടയറായി. അച്ഛൻ അത് എടുത്തില്ല. പക്ഷേ ഈ ADC എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയണേ, റവന്യൂവിൽ കിട്ടുകയാണെങ്കിൽ അത് ഡെപ്യൂട്ടി കളക്ടറാകും. പക്ഷേ ഇത് അച്ഛന് വേണമെങ്കിൽ തിരിച്ച് റവന്യൂവിലേക്ക് പോകുമായിരുന്നു ലാസ്റ്റ് വന്നപ്പോൾ. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി കളക്ടർ റാങ്ക് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിതിനെ കണ്ടുകൊണ്ടിരുന്നത്. ലൈക്ക് അതുകൊണ്ട് മാറിയില്ല, ADCയിൽ നിന്നും അച്ഛൻ അങ്ങോട്ട് മാറിയില്ല. അപ്പോൾ ADC ആയിട്ട് അച്ഛൻ റിട്ടയർഡായി. അച്ഛൻ പറയും അത് വേറെയാണ് മോളെ, ഇത് വേറെയാണ് മോളെ. ആളുകൾക്ക് മനസ്സിലാകാനുള്ള ഒരു ഈക്വാലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. അച്ഛൻ റിട്ടയറായി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വിവാഹം നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛനും അമ്മയും ചേർത്ത് വെച്ചതല്ല എനിക്ക് വേണ്ടിയിട്ടും കൂടെ ചിലവാക്കേണ്ടി വന്നില്ലേ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ തീരുമാനിച്ചു ആർക്ക് കൊടുക്കണം സ്വത്ത് എന്നുള്ളതിന്. എൻ്റെ ബ്രദർ ഓഫ് കോഴ്സ്, കാരണം പകുതിയോളം എനിക്ക് വേണ്ടിയിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ചിലവാക്കി കഴിഞ്ഞിരുന്നു. പിന്നീടും എനിക്ക് തരണം എന്നാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടതെങ്കിൽ അവർ തന്നെ തീരുമാനിച്ച് തന്നിരിക്കണം. അവരുടെ നിന്നോ അവരുടെ വേറെ എന്തെങ്കിലും ബാക്കിയുള്ളതിൽ നിന്നോ അവർ തരണം. അവരതും തരാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ബ്രദറിനോട് പോയി ചോദിക്കില്ല. കാരണം ചോദിക്കാൻ പാടില്ല. എൻ്റെ അച്ഛനും അമ്മ ഉണ്ടാക്കിയത് തരേണ്ടത് എൻ്റെ അച്ഛനും അമ്മയല്ലേ. അത് അവർ വിചാരിച്ചിട്ടുണ്ടോ ഇതാണ് നിനക്ക് ചെയ്യേണ്ടതെങ്കിൽ അത്ര മതി. അവൻ തന്നെയാണ്, എൻ്റെ ബ്രദറാണ് എൻ്റെ അച്ഛനും അമ്മയെ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവരങ്ങനെ ചെയ്യുള്ളൂ അല്ലേ. അത് തന്നെയല്ലേ മറ്റുള്ള എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കണ്ടേ തീരുമാനങ്ങളും ചിന്തകളും ഒക്കെ. ഒരിക്കലും അങ്ങനെ അല്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ആ സ്റ്റേജിലേക്ക് എത്തുകയാണ്. എനിക്ക് ഒരു മകളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എനിക്ക് ഉള്ള സ്വത്ത് ഒരു ഹിന്ദു ഫാമിലി എന്ന രീതിയിൽ എൻ്റെ മകൾ ഇൻഹെറിറ്റ് ചെയ്യും ആഫ്റ്റർ മീ ആൻഡ് മൈ ഹസ്ബൻഡ്. പക്ഷേ ഒരു ബ്രദർ, എൻ്റെ മകൾക്ക് എനിക്കൊരു മകനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ തീരുമാനിച്ച് എഴുതി വെക്കേണ്ടതാകണം അല്ലേ, എങ്ങനെയായിരിക്കണം.
അത് അവരോട് പറയുകയും ചെയ്യണം, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഒരിക്കലും ഒരു മകനിൽ നിന്നോ ഒരു മകളിൽ നിന്നോ മറച്ചു വെച്ച് നിങ്ങൾ ഒരു ഡിസിഷൻസും നിങ്ങളുടെ ലൈഫിനെ പറ്റി എടുക്കരുത് കേട്ടോ. ബിക്കോസ് ഓൾ ആർ യുവർ ചിൽഡ്രൻ. 3 പേരുണ്ടെങ്കിൽ 3 പേര് നിങ്ങളുടെ തന്നെ മക്കളല്ലേ. അവരെങ്ങനെ നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ പറ്റുന്നു? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ആ ഡോക്ടറുടെയും ആ ടീച്ചറുടെയും കണ്ണിൽ നിന്ന് എന്തൊരു കഷ്ടമാണ് വരുന്നതെന്ന് അറിയുമോ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി സംസാരിക്കാനായിട്ട്, ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. അവർ പറയുന്ന അവർ കേസ് കൊടുക്കാൻ റെഡിയാണ്. ഞാൻ സുപ്രീം കോടതി വരെ ചെല്ലുമ്പോൾ ഈ 4 പേരിൽ ആരൊക്കെ ബാക്കിയുണ്ടാവും? ആര് കൊടുക്കാനാണ്? അപ്പോൾ ആ മക്കളുടെ കയ്യിൽ നിന്ന് മേടിക്കണം. എന്തൊരു ചിന്താഗതിയാണല്ലേ, എന്തൊരു മോശം ചിന്താഗതിയാണ് അവരുടെയൊക്കെ. അതായത് ഇപ്പം ഈ ഡോക്ടർ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 പെൺമക്കൾ കേസ് നടത്തണോ? ഈശ്വര, ആലോചിക്കാനേ വയ്യ. അതാണിപ്പോൾ നടക്കുന്നത്. അത്രയ്ക്ക് ഇതാണെങ്കിൽ അവർ വിറ്റിട്ട് കൊടുക്കാൻ തയ്യാറാണ്. അവിടുന്ന് കണ്ണ് നിറഞ്ഞ് ഇറങ്ങിപ്പോകും എന്നാണ് അവർ പറഞ്ഞത്. കാരണം അവരുടെ ഇത്ര വർഷമായിട്ടുണ്ടാവുമല്ലേ അവരവിടെ താമസിക്കുന്നു. അവർ അപ്പോൾ പറയും എന്നെ, അപ്പോൾ ഈ സിസ്റ്റേഴ്സ് അവിടെ നിന്നല്ലേ പോയതെന്ന്. അവർക്ക് അവരുടേതായ കുടുംബങ്ങളായി, എല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെയാണ്. തൃപ്പൂണിത്തുറ, ചോറ്റാനിക്കര അങ്ങനെയുള്ള ഏരിയയിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് മാറിപ്പോയിട്ടൊന്നുമില്ല, ജില്ല പോലും മാറിയിട്ടില്ല. ആ ബ്രദറിനെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അത് നല്ല ഒരു സമൂഹത്തിലൊരു നിലയും വിലയുള്ള ഒരാളല്ലേ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പുറത്ത് പറയാൻ പറ്റുന്ന അനുഭവങ്ങളാണ്. ചിലർക്ക് കുടുംബകാര്യങ്ങൾ പുറത്ത് പറയണ്ട എന്ന് തോന്നുന്നവർ, പുറത്ത് പറയാൻ പറ്റുന്ന അനുഭവങ്ങളാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എല്ലാവർക്കും അതൊരു ഉപകാരമാകും.